ഒരുപാട് ക്രിസ്ത്യാനികൾ ഇപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് ഈ കിണറ്റിൽ നിന്ന് കോരി നമുക്ക് തന്ന് അവൻ നമ്മളെ അനുഗ്രഹിക്കും, അതാണ് അവന്റെ അനുഗ്രഹം എന്നാണ്. യേശു പറയുന്നത് ഈ കിണറ്റിൽ നിന്നല്ല ഞാൻ കോരി തരാൻ പോണത്, ഞാൻ ഈ ജീവജലം കോരി തരാൻ പോകുന്ന കിണർ വേറെയാണ്. ഒരുപാട് വിശ്വാസികൾ ഇപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നത് ലോകമാകുന്ന ഈ കിണറ്റിൽ നിന്ന് ഭൗതികാനുഗ്രഹങ്ങളാകുന്ന വെള്ളം കോരി നമുക്ക് തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഈ കിണറ്റിൽ നിന്ന് തന്നുകൊണ്ടിരിക്കും. കർത്താവ് പറഞ്ഞു, മക്കളെ തെറ്റിപ്പോയി, യു ആർ ടോട്ടലി മിസ്അണ്ടർസ്റ്റുഡ്, യു മിസ്അണ്ടർസ്റ്റുഡ് ദ തിങ്, യു ഗോട്ട് ഇറ്റ് റോങ്. ഈ കിണറ്റിൽ നിന്ന് കോരി തന്ന് നിന്നെ അംബാനിയാക്കാനല്ല, നിന്നെ യേശുവാക്കാനാണ്. ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരി നിന്നെ തൃപ്തിപ്പെടുത്തി നിന്റെ മാരുതി കാറ് ബെൻസ് കാറാക്കാനും നിന്റെ 1 നില വീട് 10 നില ഫ്ലാറ്റ് ആക്കാനുമല്ല നീ യേശുവിൽ വിശ്വസിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ യേശുവിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ അവർ പ്രഘോഷിക്കുന്ന സുവിശേഷം ഈ ലോകത്തിന് വേണ്ടിയുള്ള സുവിശേഷമാണ്, അത് യേശുവിന്റെ സുവിശേഷമല്ല. ഒരുപാട് ആളുകൾ ഓടുന്നത് ഈ കിണറ്റിലെ വെള്ളം കോരി തൃപ്തിപ്പെടുത്തുന്ന ഒരു യേശുവിനെ അന്വേഷിച്ചാണ്. ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരി തന്നുകൊണ്ടിരിക്കുക. യേശുവിന്റെ ജോലി എന്താണ്? വെള്ളം കോരി തരുന്ന ആളാണ്. അപ്പൊ അവള് പറയാണ്, ഈ കിണർ ഞങ്ങൾക്ക് തന്ന യാക്കോബിനെക്കാളും വലിയവനാണോ നീ? അവനും അവന്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറയുകയാണ്, കിണർ കൊള്ളാം, കിണറിന് പുരാതനത്വം ഉണ്ട്, നല്ലതാണ്, നല്ല പാരമ്പര്യമൊക്കെ പറയാനുണ്ട് ഈ സ്പിരിച്വാലിറ്റിക്ക്, സംഭവം കൊള്ളാം. പക്ഷെ ഈ ആചാരങ്ങളുടെ കിണറ്റിൽ നിന്ന് കുടിച്ചാൽ നിനക്ക് പിന്നെയും ദാഹിക്കും. വല്ല മനസ്സിലാവുന്നുണ്ടോ? ആചാരങ്ങളുടെ കിണറ്റിൽ നിന്ന് കുടിച്ചോണ്ടിരുന്നാൽ നിനക്ക് പിന്നെയും ദാഹിക്കും. ശ്രദ്ധിക്കണം, കിണറിലേക്കല്ല ദൈവമക്കൾ എത്തേണ്ടത്, ഉറവയിലേക്കാണ്, കിണറിലേക്കല്ല. മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ മനസ്സിലാക്കി തരാം. ആചാരങ്ങൾ ആ പെരുന്നാൾ, ഈ പെരുന്നാൾ, അത് ഇതെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് ഭക്തരായിട്ട് കാണപ്പെടാം. ആളുകൾക്ക് തോന്നുമ്പോൾ നമ്മൾ എല്ലാത്തിലും ഉണ്ട്, എല്ലാ ആചാരത്തിലും ഉണ്ട്. പക്ഷെ പിന്നെയും ദാഹിക്കും. എന്നാൽ പരിശുദ്ധാത്മാവാകുന്ന ഉറവയിൽ നിന്ന് കുടിച്ചാൽ നിനക്കൊരിക്കലും ദാഹിക്കില്ല. പറയാണ്, ഈ കിണറ്റിൽ നിന്ന് കുടിച്ചാൽ നിനക്ക് പിന്നെയും ദാഹിക്കും, പിന്നെയും ദാഹിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം, മതം എന്ന് പറഞ്ഞാൽ കിണർ, ആത്മീയത എന്ന് പറഞ്ഞാൽ ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവാണ്. നിങ്ങൾക്ക് പിന്നെയും ദാഹിക്കും. നിങ്ങളുടെ ദാഹം ഒരിക്കലും തീരാൻ പോണില്ല. നിങ്ങൾക്ക് സംതൃപ്തി എന്ന് പറഞ്ഞൊരു സാധനം ജീവിതത്തിൽ ഉണ്ടാവില്ല. മതം നമ്മളെ കൂടുതൽ അത്യാഗ്രഹികളാക്കി മാറ്റിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യം കിട്ടിയാകുന്ന ഉറവ. നിങ്ങളൊരു മതവിശ്വാസിയാണ്, നല്ല കഴിയുമ്പോൾ നമ്മൾ അടുത്തതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആത്മീയത നിങ്ങളെ സംതൃപ്തിയുള്ളവരാക്കും. നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാവും, നിങ്ങളുടെ ഉള്ളിൽ തൃപ്തി ഉണ്ടാവും.